കുടുംബ കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പോയ ആഴ്ചയിൽ എപ്രകാരമാണ് ഒരു കുടുംബനാഥനും നാഥയും തങ്ങളുടെ മക്കൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മാതൃക നൽകേണ്ടതെന്ന് നാം കണ്ടു. ഇന്ന് പുതിയ ഒരു ദൃശ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നോമ്പ് കഴിഞ്ഞ് അടുത്ത ആഴ്ച നടത്താം. ജോഷിക്കാണ് ലീവും ഇല്ല. നിങ്ങൾ വലിയ തറവാട്ടുകാരൊക്കെ ആണല്ലോ, കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുമല്ലോ അല്ലേ? അല്ല, ചെയ്യൂന്നറിയാം. ഓ, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ തൽക്കാലം കൈ കൊടുത്ത് പിരിയാ അല്ലേ? ആയിക്കോട്ടെ. എന്നാ വരട്ടെ. ശരി ശരി. എന്നാ ശരി. എന്നാ അല്ല, നിങ്ങൾ ഇതുവരെയായിട്ട് ഉറങ്ങിയില്ലേ? ഇല്ലടി, ഉറക്കം വരുന്നില്ല. അവര് കാശൊന്നും ചോദിച്ചില്ലെങ്കിലും അവരുടെ നിലയും വിലയും വെച്ച് ഒരു 50 പവനെങ്കിലും കൊടുക്കണ്ടേ? നല്ല കൂട്ടരായിരുന്നു, മോൾക്കും ഇഷ്ടായി. പ്രതാപമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം പണയത്തിലല്ലേ? ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ച് കിടക്കുകയായിരുന്നു. ദൈവം എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരും. നീ എന്താ സ്വർണ്ണക്കടയുടെ പരസ്യത്തിനും എല്ലാം പോവാണോ? ഇത്രയും ഓർണമെന്റ്സ് ഒന്നും വേണ്ട. വേണ്ട അല്ലേ? എനിക്കും തോന്നിയായിരുന്നു. എന്താ ഇത്ര ആലോചന? ഞാൻ സീനയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. 50 പവനെങ്കിലും കൊടുക്കണമെന്നാണ് അപ്പച്ചൻ്റെ ആഗ്രഹം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ആലോചിച്ച് അപ്പച്ചനിപ്പോൾ രാത്രി ഉറക്കമില്ലെന്നാണ് അമ്മച്ചി പറഞ്ഞത്. എന്താ മോളിത്? അപ്പച്ചൻ ഇത് വാങ്ങണം. സീനയുടെ കല്യാണം ഭംഗിയായി നടക്കട്ടെ. മോളെ, ഇത് നിന്റെ പപ്പ തന്ന മുതലല്ലേ? വേണ്ട മോളെ, വേണ്ട. അതല്ല അപ്പച്ച, ഞാനും ഈ വീട്ടിലെ ഒരംഗമല്ലേ. ഇവിടെ ഒരു ആവശ്യം വരുമ്പോ സഹായിക്കേണ്ടത് എന്റെയും കൂടെ കടമയല്ലേ? അപ്പച്ചൻ ഇത് വാങ്ങിക്കേ, എന്നിട്ട് സീനയുടെ കല്യാണ തീയതി നിശ്ചയിക്കേ. ഇപ്പോൾ നാം കണ്ട ചിത്രീകരണം എത്ര മനോഹരമാണ്! എത്ര വലിയ മാതൃകയാണ് ആ ചിത്രീകരണത്തിൽ നാം കണ്ട പെൺകുട്ടി നൽകുന്നത്. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്വന്തം സഹോദരിയായി തൻ്റെ ജീവിത പങ്കാളിയുടെ പെങ്ങളെ കാണുകയാണ്. പല കുടുംബങ്ങളിലും ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ചെന്ന് കയറുന്ന പെൺകുട്ടി ആ കുടുംബത്തിലെ അംഗങ്ങളെ
തൻ്റേതായി കാണുന്നില്ല എന്നതാണ്. നമ്മളിപ്പോൾ കണ്ട ആ നല്ല മാതൃക നൽകുന്ന പെൺകുട്ടിക്ക് ഉൾപ്രേരണ നൽകിയിട്ടുള്ളത് ദൈവത്തിൻ്റെ മാതൃക തന്നെയാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നുണ്ട് ദൈവം എല്ലാം വിട്ടുകൊടുക്കുന്നവനാണ്. ദൈവം സർവം വിട്ടുകൊടുക്കുന്നവനാണ്. മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തെ പ്രതി എല്ലാം വിട്ടുകൊടുക്കുന്നു. അതിനപ്പുറത്ത് തൻ്റെ ഏകപുത്രനെ വിട്ടുകൊടുക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട പുത്രനായതുകൊണ്ട് പുത്രൻ്റെ സ്വഭാവം വേറൊന്നാകില്ലല്ലോ. തൻ്റെ പിതാവിനെ പരാജയപ്പെടുത്തുമാറ് ഈ മകൻ പ്രവർത്തിക്കുക. എന്താ മകൻ ചെയ്യുന്നത്? തന്നെ മുഴുവനായും ബന്ധത്തെ പ്രതി മനുഷ്യർക്ക് വേണ്ടി നൽകുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഏവരും ബന്ധത്തെ പ്രതി നൽകാൻ തയ്യാറാകണമെന്ന് പറയുമ്പോൾ ഈ ദൈവികമായ മാതൃക അവർ തങ്ങളുടെ ധ്യാന വിഷയമാക്കണം. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നാളുകൾക്ക് മുൻപ് ഒരു യുവാവും യുവതിയും എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അവരന്ന് വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ അവർ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. തങ്ങൾ പ്രണയത്തിലാണ് എന്നുള്ള കാര്യം ഇവർ തങ്ങളുടെ മാതാപിതാക്കളെ അറിയിച്ചു. ഈ പയ്യൻ്റെ മാതാപിതാക്കൾ പെട്ടെന്ന് അതിന് തയ്യാറായി. കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളും സമ്മതിച്ചു. പക്ഷേ അവർ വെച്ച ഒരു വ്യവസ്ഥയുണ്ട്. ഈ പെൺകുട്ടി വർഷങ്ങളായി വിദേശത്തായിരുന്നു. അവളുടെ പണം ഉപയോഗിച്ച് അവർ ഒരു വീട് വെച്ചിരുന്നു. പക്ഷേ ആ വീട് പൂർത്തിയാക്കിയെങ്കിലും സാമ്പത്തികമായ ബാധ്യതയുണ്ട്. ഈ ബാധ്യത വിവാഹം കഴിഞ്ഞും തീർക്കാൻ ഈ പെൺകുട്ടി തയ്യാറാവണം. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പയ്യനും ഈ പെൺകുട്ടി എന്നെ കാണാൻ വന്നത്. വല്ലാത്തൊരു പ്രശ്നം. അതായത് അപ്പനും അമ്മയും ഈ മകൾക്ക് മുമ്പിൽ, ഈ മകളെ വിവാഹം ചെയ്യാൻ പോകുന്ന ഈ പയ്യന് മുൻപിൽ വലിയൊരു വ്യവസ്ഥ വയ്ക്കുക. വിവാഹം കഴിഞ്ഞിട്ട് ഈ വീട് പണിത കടം വീട്ടണം. എനിക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുകയല്ലോ. ഞാൻ ആ ചെറുക്കനോട് ചോദിച്ചു, എന്നാ ചെയ്യുന്ന മോനെ? അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ തയ്യാറാ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടത് ഇവളാ. അതുകൊണ്ട് ഇവളെ പ്രതി അവർ വയ്ക്കുന്ന വ്യവസ്ഥ പാലിക്കാൻ ഞാൻ തയ്യാറാ. ആ വീടിൻ്റെ ലോണ് അടച്ചു തീരുവോളം ഇവളുടെ ശമ്പളത്തിൽ നിന്ന് എൻ്റെ ശമ്പളത്തിൽ നിന്ന് നൽകാൻ ഞാൻ തയ്യാറാ. ഒരുപക്ഷെ ഇവർ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഇങ്ങനെ സമ്മതിച്ചതിനെപ്പറ്റി നമുക്ക് അധികമൊന്നും ചർച്ച ചെയ്യാനില്ല. എങ്കിലും വലിയൊരു മാതൃക ഇവിടെ കാട്ടുന്നു എന്നത് വ്യക്തമല്ലേ? ഇത് ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം, ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിലനിൽക്കുന്ന ഒരു കുടുംബ സംവിധാനമുണ്ട്. ആ നിലനിൽക്കുന്ന കുടുംബ സംവിധാനത്തെ മാനിക്കാൻ ഇരുവർക്കും സാധിക്കണം. ചിലപ്പോഴെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലും കുടുംബജീവിതത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അസ്വസ്ഥത ഉണ്ടാകുന്നതിന് കാരണം നിലനിൽക്കുന്ന സംവിധാനത്തെ മാനിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. ഓരോ കുടുംബത്തിനും അതതിൻ്റേതായ സംസ്കാരമുണ്ട്. ഓരോ കുടുംബത്തിനും അതതിൻ്റേതായ സംസ്കാരം ഉള്ളതുകൊണ്ട് ആ കുടുംബത്തിലേക്ക് ചെന്ന് കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരാൻ സാധിക്കണം. പലപ്പോഴും ഇന്ന് മക്കളുടെ എണ്ണമൊക്കെ കുറവായതുകൊണ്ട് എൻ്റേതെന്നുള്ള ചിന്ത മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് കൂടുന്നത് കൊണ്ട് പണ്ടത്തെ പോലെ കെട്ടിച്ചയക്കാൻ തയ്യാറാകുന്നില്ല.
പണ്ടത്തെ പ്രയോഗം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. കെട്ടിച്ചു വിടുകയാണ്, കെട്ടിച്ചയക്കുക. ഇന്ന് മകളെ കെട്ടിച്ചാലും വിടത്തില്ല. ഇവളുടെ ഒരറ്റം ഈ തള്ളയുടെ അല്ലെങ്കിൽ ഈ അപ്പൻ്റെ കയ്യിൽ കാണും. പുതിയ ഒരു കുടുംബത്തിലേക്ക് അവൾ ചെന്ന് ആ സംസ്കാരത്തോടെ ഒട്ടിച്ചേരാനായിട്ട് തയ്യാറായാലും ഇവർ പിന്നിൽ നിന്ന് വലിച്ചിടുന്ന ഒരനുഭവം ഉണ്ടാകുന്നുണ്ട്. അത് പാടില്ലാത്തതാണ്. തൻ്റെ മകൾ സന്തോഷവതിയാകുന്നത്, കുടുംബജീവിതത്തിൽ വിജയിക്കുന്നത് അവൾ ചെന്ന് കയറിയ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുമ്പോഴാണെന്നുള്ള ഒരു ബോധ്യം മാതാപിതാക്കൾക്കുണ്ടാവേണ്ടതാണ്. ഇത് പെൺകുട്ടികൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ. പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന യുവാക്കൾക്കുണ്ടാകണം. അവളെ വിവാഹം ചെയ്യുമ്പോൾ അവളെ മാത്രമല്ല അവളുടെ സ്വന്തക്കാരെയും പ്രിയപ്പെട്ടവരായി കാണാൻ സാധിക്കും. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ ഹൃദയം കീഴടക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ഹൃദയം കീഴടക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? എപ്പോഴാണോ തൻ്റെ ജീവിത പങ്കാളിയുടെ പ്രിയപ്പെട്ടവരെ തൻ്റെ തന്നെ സ്വന്തക്കാരായി കരുതി സ്നേഹിക്കാൻ കരുതൽ നൽകാൻ സാധിക്കുന്നത്. അപ്പോഴാണ് തൻ്റെ ജീവിത പങ്കാളിയുടെ ഹൃദയം സ്വന്തമാക്കുന്നത്. ഒരു പെൺകുട്ടി കുടുംബജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൾക്ക് അവിടെ പലതും കൊടുക്കാനുണ്ട്, ഒപ്പം അവൾക്ക് അവിടെ നിന്ന് പലതും സ്വീകരിക്കാനുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധവും കുടുംബജീവിതവും ഒക്കെ ഈ കൊടുക്കൽ വാങ്ങലുകളുടെ അവസ്ഥയാണ്. തൻ്റെ അമ്മായിയപ്പൻ, അമ്മായിയമ്മ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് തൻ്റെ ജീവിത പങ്കാളിയുടെ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കുമ്പോൾ അതിനേക്കാൾ അവരിരുവരുടെയും കുടുംബജീവിതത്തിൽ വിജയമുണ്ടാകുന്നതിന് മറ്റു വഴികളില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബന്ധങ്ങളെ പ്രതി വിട്ടുകൊടുക്കാൻ നമുക്ക് തയ്യാറാവാം. ബന്ധങ്ങളെ പ്രതി പങ്കുവയ്ക്കാൻ നമുക്ക് തയ്യാറാവാം. ഇന്നത്തെ കുടുംബ സംവിധാനം അനുസരിച്ച് മക്കളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ പോലും ദൈവികമായ ചിന്ത അവരിലേക്ക് വന്നാൽ പങ്കുവയ്ക്കാൻ അവർ തയ്യാറാവും. വിശുദ്ധ ഗ്രന്ഥത്തിലെ കുടുംബങ്ങൾ ഒക്കെ നമുക്ക് പകർന്നു നൽകുന്ന സന്ദേശം അതുതന്നെയാണ്. കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്നു, കൊടുക്കുമ്പോൾ വളരുന്നു എന്നുള്ളൊരു മനോഭാവം. ഈ ഒരു മനോഭാവം നമ്മിൽ വർദ്ധിപ്പിക്കാൻ പ്രേരകമാണ് നമ്മൾ ആദ്യം കണ്ട ആ ദൃശ്യത്തിലെ പെൺകുട്ടിയെപ്പോലെ ഇന്ന് പുതുതായി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന, മാതൃകാപരമായി ജീവിക്കുന്ന ഒട്ടേറെ മക്കൾ. അത്തരത്തിൽ പച്ചയായ ഒരു ജീവിത അനുഭവത്തിലേക്കാണ് തുടർന്ന് ഞങ്ങൾ നിങ്ങളെ നയിക്കുന്നത്. ആ ഒരു അനുഭവം കാണുമ്പോൾ തീർച്ചയായും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തികളൊക്കെ ബന്ധത്തെ മാനിച്ചുകൊണ്ട് പങ്കുവയ്ക്കാൻ തയ്യാറാവേണ്ടത് ആവശ്യമാണ് എന്നുള്ള ബോധ്യം പ്രേക്ഷകരിൽ ഉണ്ടാകും എന്നത് ഉറപ്പായ കാര്യമാണ്. ഇന്ന് ജീവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. അവസാനം കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ചാച്ചനും അമ്മയും സിബിയും ഇവർ 3 പേരും അടങ്ങുന്ന കുടുംബം അവർ 3 പേരും തന്നെ രോഗികളായിരുന്നു. 3 പേർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനോ അത്ര കഴിയുമായിരുന്ന സ്ഥിതി ആയിരുന്നില്ല. ചാച്ചനാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടു. 5-8 വർഷമായിട്ട് ചാച്ചൻ 8 വർഷത്തോളം ചാച്ചന് കാഴ്ചയില്ലാതെ തന്നെ അവസാന കാലഘട്ടം ചാച്ചനിരുന്നു. അമ്മയാണെങ്കിൽ അമ്മ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അമ്മയ്ക്ക് സ്വന്തമായിട്ട് പുറത്ത് പോകാനോ കാര്യങ്ങളൊന്നും ചെയ്യാനോ പ്രാപ്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്ഥിതി ഇരിക്കുമ്പോഴാണ് സഹോദരങ്ങൾ ഒന്നടക്കം നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ തന്നെ ഈ കുടുംബത്തിലേക്ക് വരുവാനും ഇവരെ നോക്കാനുമുള്ള ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഞങ്ങളുടെ നെല്ലിപ്പോല വീട്ടിൽ നിന്ന് ഞങ്ങൾ
തീർത്ത് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുക ചെയ്തത്. ഇവരുടെ കാര്യം, ഈ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങളും തന്നെ ഞങ്ങൾ ഏറ്റെടുത്തു. ഇവരുടെ ചികിത്സയും ഇവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് നിർവഹിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ വന്നത്. അമ്മച്ചി തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയാലും ബുദ്ധിമുട്ടുള്ള ഒരു സമയം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ആളുള്ളതുകൊണ്ട് പിന്നെ അമ്മച്ചി ഫ്രീ ആയി. പിന്നെ ഞങ്ങൾ വന്ന് 1 വർഷത്തോളം അമ്മ ജീവിച്ചുള്ളൂ. കഴിഞ്ഞപ്പോൾ മരിച്ചു. 1 വർഷം ആയപ്പോഴത്തേക്കും. അമ്മയെ സംബന്ധിച്ച് പറഞ്ഞാൽ അമ്മ വലിയൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അമ്മയെ മേരിക്കുന്ന് ഹോസ്പിറ്റലിൽ നിന്നുള്ള ചികിത്സകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എക്കോ ടെസ്റ്റ് നടത്തിയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അമ്മയുടെ ഹൃദയത്തിൻ്റെ 4 അറകളിൽ 3 അറകൾ വീക്കായിരിക്കുന്നു. ഒരു അറയിൽ ലീക്ക് ഉണ്ട്. പക്ഷേ ഇത്ര പ്രായം ഉള്ളതുകൊണ്ട് അമ്മയെ ബൈപ്പാസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സിറ്റുവേഷൻ ആയതുകൊണ്ട് അമ്മ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, കുടുംബക്കാരോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക എന്നൊക്കെ പറഞ്ഞ് ഒക്കെ കഴിഞ്ഞപ്പോഴും തന്നെ ഞങ്ങൾക്ക് അമ്മയുടെ കാര്യത്തിൽ ഒത്തിരി ഉൾക്കൊണ്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം 2010 ഒക്ടോബർ 23 വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അസുഖം വീണ്ടും ആരംഭിച്ചു. അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ അസുഖം ആരംഭിച്ചു. അമ്മ ഒരു ശ്വാസം മുട്ട് പോലെ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാനും എൻ്റെ മോള് ബ്ലസ്സിയും താഴെ ചേടത്തിയും ഭാര്യയുടെ ചേടത്തി ഞങ്ങൾ 3 പേരുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് അച്ഛനെ പള്ളിയിൽ പോയിട്ട് നിങ്ങൾ അച്ഛനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ അമ്മയെ വഴക്ക് പറഞ്ഞു, അമ്മ അത് പറ്റില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞു. അമ്മ സിബിയുടെ കൈ കൂടെ എൻ്റെ കൈയുമായിട്ട് 2 കൈയും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് അമ്മ പറഞ്ഞു, നീ മകനെപ്പോലെ ഇവൻ്റെ ജീവിതകാലം മുഴുവൻ ഇവനെ നോക്കണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായില്ല, അതിൻ്റെ ഗൗരവം എനിക്ക് പിടികിട്ടിയില്ല. വീണ്ടും അമ്മ പറഞ്ഞു, എന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഇതുപോലെ നിങ്ങൾ തിരിച്ചു കൊണ്ടിരില്ല, ഞാൻ ഇന്ന് തന്നെ മരിച്ചു പോകും. അമ്മ പല പ്രാവശ്യം ഇതിങ്ങനെ തീർത്ത് പറഞ്ഞു. അമ്മ ഒരുപാട് പ്രാർത്ഥനയുള്ള ആളായിരുന്നു. രാത്രിയും പാതിരാത്രിയൊക്കെ ഇരുന്ന് അമ്മ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് വ്യക്തമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ വീണ്ടും ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി ബ്ലസ്സിയോട് പറഞ്ഞു, ഞാനിനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ അമ്മയെ കൂട്ടി ഇവിടുന്ന് താഴെ നിന്ന് വണ്ടിയൊക്കെ കയറ്റി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കും അമ്മ പറയുന്നുണ്ട്, ഞാൻ മക്കളെ ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. ഏതാണ്ട് അടിവാരം എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അടിവാരം അങ്ങാടിയാണ്ട് അവസാനിക്കാറായ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഈ വലിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ മരിക്കാൻ വേണ്ടി വായു വലിക്കുകയാണ് എന്നോട് പറഞ്ഞു. അതിനുശേഷം ഏതാണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ അമ്മ മരിച്ചും പോയി. അതിന് ശേഷമാണ് ഞാൻ അമ്മ എന്നെ ഏൽപ്പിച്ച സിബിയെ നോക്കണമെന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വലിയൊരു വിരോധാഭാസം ഇതാണ്. എന്നെ കഴിഞ്ഞും കുറേ പ്രായം കുറഞ്ഞ ആളാണ് സിബി. അവൻ്റെ കാലം മുഴുവൻ ഞാൻ നോക്കണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നി. എങ്കിലും ഞാൻ എൻ്റെ മകനോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു, എടാ ഞാൻ മരിച്ചതിന് ശേഷം സിബി ജീവിച്ചിരിക്കുന്നെങ്കിൽ നിൻ്റെ ഉത്തരവാദിത്തത്തിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവനത് പൂർണ്ണമായിട്ട് സമ്മതിച്ചു. അവൻ സിബിയെ ജീവിതകാലം മുഴുവൻ നോക്കിക്കൊള്ളാമെന്ന് എന്നോട് അവൻ സമ്മതിച്ചു. അപ്പോൾ എനിക്ക് കൂടുതൽ ഉറപ്പായി ഈ കാര്യത്തിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നുള്ള എനിക്കൊരു ഉറപ്പ് കിട്ടി. പപ്പയുടെയും മമ്മിയുടെയും മകളായിട്ട് ഈ ഒരു കുടുംബത്തിൽ ദൈവം ജീവിക്കാൻ എന്നെ അനുവദിച്ചു എന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ചേട്ടായിയും അതുപോലെ എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. ഞങ്ങൾ 3 മക്കളാണുള്ളത്. പപ്പയുടെയും മമ്മിയുടെയും ജീവിതം ഞങ്ങൾക്ക് വലിയൊരു മാതൃക തന്നെയാണ്. പപ്പ ഇവിടെ ചാച്ചനെ അമ്മച്ചിയും ഏറ്റെടുക്കുകയും അവരുടെ ശുശ്രൂഷകളിലൊക്കെ ഇടപെടേണ്ടി വന്ന സമയങ്ങളൊക്കെയും പപ്പ തീരുമാനമെടുത്തത് ചേട്ടായിയോട് നിനക്ക് നോക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യത്തോടെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 പേർക്കും ചാച്ചനെ അമ്മച്ചിയെ ശുശ്രൂഷിക്കാനുള്ളൊരു മനസ്സുണ്ടോ എന്നാണ് ഞങ്ങളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ 3 പേരും സമ്മതമായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു വലിയച്ചാച്ചൻ്റെ വല്യമ്മച്ചിയുടെയും കൂടെ ജീവിക്കുക എന്നുള്ളത്.
അങ്ങനെ പപ്പ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലിപ്പോയിലാണ് പപ്പയുടെ വീട്, മമ്മിയുടെ വീട് നൂറാന്തോട്. പപ്പയുടെ ഐഡൻറ്റിറ്റി പോലും പപ്പ മാറ്റി വെച്ചിട്ട് പപ്പ ഇങ്ങോട്ട് വന്നു. അത്രയ്ക്ക് പപ്പ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ. അമ്മയുടെ മരണശേഷം ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളിൽ വരിക ചെയ്തത്. കാരണം ഇവൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇവൻ്റെ കാര്യങ്ങളും ഞങ്ങളിൽ തന്നെ ചെയ്യണം. അതോടൊപ്പം തന്നെ ചാച്ചൻ്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ചാച്ചന് അവസാന കാലഘട്ടമായപ്പോഴത്തേണ്ട് 2 വർഷവും 10 മാസക്കാലം ചാച്ചൻ ബെഡിൽ അടകിടപ്പായിട്ട് കിടക്കുകയായിരുന്നു. ആ സമയങ്ങളിൽ മുഴുവനും ചാച്ചനെ ശുശ്രൂഷിച്ചത് ഫിലോയായിരുന്നു. ഫിലോയുടെ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ടാണ് ചാച്ചൻ ഈ 2 വർഷം 10 മാസക്കാലം മുഴുവനും ചാച്ചൻ ഈ അകത്തുള്ള കട്ടിലെ ചാച്ചൻ കിടന്നത്. അപ്പം ഭക്ഷണമൊക്കെ കൊടുക്കണമെങ്കിൽ പിന്നെ ചവച്ചൊക്കെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ചപ്പി ഇരിക്കും. ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ വരും ചിലപ്പോൾ. 2 കഷ്ണം ബ്രെഡ് കഴിക്കണമെങ്കിൽ 3 മണിക്കൂറൊക്കെ ചാച്ചൻ ഓരോ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെയുള്ള ഫുഡ് 3 മണിക്കൂർ വരെ ഇരുന്ന് ചാച്ചന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ചാച്ചൻ കഴിക്കുന്നത് ഒരു 2 കഷ്ണം ബ്രെഡും 1 ഗ്ലാസ് ചായയൊക്കെ ആയിരിക്കും. പക്ഷേ മമ്മി ചാച്ചൻ്റെ അടുത്തിരിക്കുക. ഇപ്പോൾ എന്നെ കൊടുക്കാൻ ഏൽപ്പിച്ചാൽ പോലും ഞാൻ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിരിക്കും മമ്മിയോട് ചോദിക്കും, മമ്മി ചാച്ചൻ കഴിക്കുന്നില്ല, മതിയെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോഴും മമ്മി പറയും അങ്ങനെയല്ല, എൻ്റെ അടുത്ത് നിന്ന് ആ പാത്രം മേടിക്കും, എന്നിട്ട് മമ്മി അവിടെ ഇരിക്കും. എന്നിട്ട് മമ്മി പറയും ചാച്ചന് പറയാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ചാച്ചൻ്റെ മനസ്സിൽ ഇനി ഒരു കഷ്ണം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചാച്ചൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നമുക്ക് നല്ലതിനാവില്ല. അല്ലെങ്കിൽ ചാച്ചൻ്റെ മുഴുവൻ ചാച്ചന് തൃപ്തി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചാച്ചനെ നമ്മൾ ശുശ്രൂഷിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു അനുഗ്രഹമായിരിക്കും. അത്രയും വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ വരെ മമ്മി ഒത്തിരി സീരിയസ് ആയിട്ട് ഒത്തിരി ശ്രദ്ധ ചെലുത്തിയാണ് ചാച്ചനെ ശുശ്രൂഷിച്ചിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചാച്ചൻ ഒരിക്കലും ഒരു പരാതി പറയുന്നത് ഞാനും കണ്ടിട്ടില്ല. ചാച്ചൻ എപ്പോഴും വളരെ തൃപ്തിയോടെയാണ്. അപ്പം ഞാൻ തൃപ്തിയോടെയാണ് ചാച്ചൻ കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്നത്. ഞാനിവിടെ വീട്ടിൽ വേണമെന്ന് ചാച്ചൻ ഒത്തിരി നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും കമ്പനി ചെയ്യല. പക്ഷേ ഞാൻ പോയി കഴിയുമ്പോൾ ചാച്ചൻ ചോദിക്കും, എനിക്ക് പറമ്പിൽ പണിയും അതുപോലെ നെല്ലിപ്പോലെ വീട് ഉള്ള ആ വീടും അങ്ങോട്ടൊക്കെ എനിക്ക് പോവുകയും അവിടെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിച്ചാൽ ഞാൻ അന്നേരം തന്നെ ഞാൻ വീട്ടിലേക്ക് ഞാൻ തിരിച്ചെത്തും. ബാക്കി സമയങ്ങളിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ട് പോകേണ്ടി വന്നാലും ചാച്ചനോട് പറഞ്ഞ് ചാച്ചനോട് അനുവാദമൊക്കെ മേടിച്ചിട്ട് മാത്രമേ ഞാൻ പോകുള്ളായിരുന്നു. ചാച്ചനിങ്ങനെ തിരുമ്മാനൊക്കെ നമ്മളിങ്ങനെ തിരുമ്മുമ്പോൾ നമുക്ക് പറ്റിയാലും ഉറക്കം തൂങ്ങി നടുവേദനയൊക്കെ എടുത്ത് ഇരിക്കാൻ പറ്റാത്ത ആയിരിക്കും ചെയ്യുന്നത്. എന്നാലും ചാച്ചന് സംതൃപ്തിയാണ്. അതുകൊണ്ട് നമുക്കൊരു വിഷയം തോന്നാറില്ല, നമുക്കും ഒരു സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിലും വളരെ സജീവമായിരുന്നു. മറ്റ് നിരവധിയായിട്ട് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൺഡേ സ്കൂളിൽ ഞാൻ 17 വർഷം ഞാൻ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ എനിക്ക് ആകത്തുകയായിട്ട് എനിക്ക് കിട്ടിയത് മാതാപിതാക്കളെ നോക്കുവാനുള്ള അത് വലിയ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും അതിലുള്ള ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നും എനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. എന്തായാലും ചാച്ചന് അവസാന സമയത്തും ചാച്ചന് സന്തോഷത്തോടെയാണ് പറഞ്ഞു വിടാൻ പറ്റിയത്. ഞങ്ങൾക്കും ഒരു സന്തോഷമുണ്ട്, അത് ചാച്ചനും ഉണ്ടായിരുന്നു. ഞങ്ങൾ കരുതുന്നത് ചാച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അതിനു മുമ്പത്തുണ്ടായിരുന്നതിനേക്കാളും മുഖം പ്രസാദമായിരുന്നു. മമ്മിയാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് കാര്യങ്ങൾ മമ്മിക്ക് ചെയ്യാനുണ്ടായിരുന്നു. പപ്പയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, അതുപോലെ ഞങ്ങൾ മക്കളുടെ കാര്യം, കുഞ്ഞച്ചൻ മമ്മിയുടെ ഒരു ആങ്ങളയുണ്ട്, കുഞ്ഞച്ചൻ്റെ കാര്യങ്ങളിൽ ഒത്തിരി ശ്രദ്ധിക്കേണ്ട സമയം, ചാച്ചനും അമ്മച്ചിക്കും വയ്യ. അതുപോലെ മമ്മി ഒരു കാര്യത്തിലും മമ്മി ഒട്ടും വീഴ്ച വരുത്തിയിട്ടില്ല. ഞങ്ങളുടെയൊക്കെ കാര്യത്തിലാണെങ്കിലും ഈ കുടുംബത്തിലെ എൻ്റെ ഫ്രണ്ട്സ് വരിക, അവരെ ട്രീറ്റ് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളിലൊന്നും മമ്മി ഒരു വീഴ്ചയും വരുത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും മമ്മിക്ക് ഉറപ്പുണ്ടായിരുന്നു മമ്മിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി ചാച്ചനാണ്, ചാച്ചനെ ശുശ്രൂഷിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ചാച്ചൻ വിളിക്കും, ഫിലോക്കച്ചെന്ന് എപ്പോഴും വിളിക്കും. ആ ഒരു വിളി കേൾക്കുമ്പോഴത്തേക്കും മമ്മി ഓടിയെത്തുക. ചാച്ചൻ വൈകിട്ട് കിടക്കുന്ന സമയങ്ങളാണെങ്കിലും ചാച്ചൻ്റെ കട്ടിലിനോട് ചേർത്ത് മമ്മി ഒരു കട്ടിലൊക്കെ ഇട്ട് മമ്മി അവിടെ കിടക്കുക. അപ്പോൾ ചാച്ചൻ രാത്രിയിലൊക്കെ ഒത്തിരി സമയങ്ങൾ വിളിക്കും. ആ സമയത്തൊക്കെ മമ്മി എഴുന്നേൽക്കുകയും ചാച്ചനോട് കാര്യം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ചാച്ചൻ്റെ ഒരു ശുശ്രൂഷയിൽ മമ്മി കാണിച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥത എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്.
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ കുടുംബജീവിതം മാതൃകാപരമായി ജീവിക്കാൻ ഞങ്ങൾക്കിടയാകണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ ജീവിതവും ജീവനും പങ്കുവയ്ക്കപ്പെടാനുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾക്കുള്ളതെല്ലാം നിൻ്റെ ദാനമാണെന്ന് ഏറ്റുപറയുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളും തങ്ങൾക്കുള്ളത് തങ്ങളെ തന്നെയും കുടുംബത്തിൻ്റെ നല്ല നിലനിൽപ്പിന് വേണ്ടി, ബന്ധത്തിന് വേണ്ടി പങ്കുവയ്ക്കാൻ ഇടയാകും വിധം അവിടുന്ന് അവിടുത്തെ ആത്മാവിനാൽ അവരെല്ലാവരെയും പ്രേരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കൃപയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.